ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചെടുത്തിക്കണേ. പിന്നെ അജ്മിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനത് കുറച്ചേരം ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ പുട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും സപ്പോർട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കുക. പിന്നെ നിങ്ങൾ അടിപൊളി കമൻസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോസൊക്കെ ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു സ്മൈലി എങ്കിലും കമൻ്റായിട്ടും അറിയിക്കുക. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ ഇതുപോലുള്ള ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നാലും അത് നല്ല ഇഷ്ടമായ കാരണം, ഇഷ്ടത്തോടെ ചെയ്യണ കാരണം അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല. ഇതുപോലെ കുക്കിങ്ങിനോടും ക്ലീനിങ്ങിനോടും വീടൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കണേലും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുമ്പോൾ അത്ര തന്നെ ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മൾ എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്, ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ നമ്മളെ വീടും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ കഴിയണ പോലെ ക്ലീൻ ആക്കിയിട്ടും ഓർഗനൈസ് ചെയ്തും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കിയും അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫീൽ അറിയുക. പിന്നെ മക്കളുള്ള വീടൊക്കെ ആകുമ്പോൾ അവരെന്തായാലും എന്തെങ്കിലുമൊക്കെ പരത്തിയിടും ഒക്കെ ചെയ്യും. പിന്നെ അത് അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കാൻ പറ്റുന്ന പ്രായമായ മക്കളാണെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി തോന്നാതെ നമ്മൾ തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്താലല്ലേ നമ്മളെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഓർഗനൈസ് ചെയ്യാനും ക്ലീനിങ്ങിനോടും അതുപോലെ കുക്കിങ്ങിനോടും ഒക്കെ. വെറൈറ്റി ഡിഷുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ കുറച്ച് മടി തോന്നുന്ന ദിവസങ്ങളിലാണെങ്കിലും ഇതെന്തായാലും നമ്മൾ ചെയ്യാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഒരു മടി അങ്ങനെ മാറിക്കോളൂ കേട്ടോ. പിന്നെ ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് സോഫ്റ്റ് ബൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഞാൻ ഈ ഹൗസ് വാമിങ്ങിൻ്റെ ടൈം തൊട്ടിട്ട് ഇതുവരെ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. 5 വർഷമായി ഞാൻ വേറെ മാറ്റി യൂസ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് നല്ല പേഴ്സണലായിട്ട് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ക്ലീനിങ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ. പിന്നെ വൈകുന്നേരം ഹോം സെൻറ്ററിൽ നിന്ന് കുറച്ച് ബാത്ത് ടവൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ അതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുമാണ്. പിന്നെ ഹോം സെൻറ്ററിന് അധികം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടൽ. ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലും. അടുത്തത് ഇതാ ഈ ഒരു കളറാണ്. ഞാൻ അധികവും ബാത്റൂമിൻ്റെ കളറിനനുസരിച്ചിട്ടാണ് കേട്ടോ ബാത്ത് ടവൽസ് ചൂസ് ചെയ്യൽ. അടുത്തത് ആ ഒരു ഗ്രീനിൻ്റെ കളർ ചേഞ്ച്. ഇത് പിന്നൊരു ഫേസ് ടവലാണ് കേട്ടോ. ഇതും അങ്ങനെ തന്നെ അടിപൊളി മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഫേസിൽ യൂസ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതൊരു ഗ്ലാസ് ആയിരുന്നു, പക്ഷേ ഇത് ഞാൻ 6 പീസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ആക്കിയത്. അതിൽ പിക്ചറും കാര്യങ്ങളും കണ്ടപ്പോൾ 6 പീസ് ഉണ്ടെന്ന് വിചാരിച്ചു. ക്വാണ്ടിറ്റി നമ്പറൊന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ ഇത് റിട്ടേൺ ആക്കിയിട്ട് 6 പീസിൻ്റെ സെറ്റ് മേടിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വൈകുന്നേരം കുറച്ച് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. വീടിൻ്റെ ഉള്ളിലുള്ള ചെടികൾക്ക്
അത് ഇതുപോലെ വൈകുന്നേരമൊക്കെയാണ് കേട്ടോ, അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് ചെയ്യൽ. സമയം എപ്പോഴാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുക്കിങ്ങൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്ന ഡിഷസ് ഞാൻ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യും കേട്ടോ. അതുപോലെ ഇൻസ്റ്റയിൽ കണ്ടൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. നമ്മളെ പാലട പ്രഥമൻ്റെ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 1.5 കപ്പ് പാല്, അതുപോലെ മധുരത്തിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ഇതിൽ മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണേ. ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ കളറൊക്കെ കളഞ്ഞിട്ട് ഒരു പുഡിംഗ് ട്രേയിൽ ബ്രെഡ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 കപ്പ് പാലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ബ്രെഡ് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആ പാല് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലോറിൻ്റെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് അതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ പാലട പായസം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തതാണ്. നമ്മൾ പായസം റെഡിയാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ പാലട പ്രഥമൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും കാഷ്യും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പായസത്തിൻ്റെ പുഡിംഗ് ആയ കാരണം അതായിരിക്കും കുറച്ചും കൂടി മാച്ച്. ഇനി ഇതൊരു 5 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതൊരു 5 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യണം കേട്ടോ. ഓവർനൈറ്റ് സെറ്റ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ്. വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.